ladies and gentlemen, life, ജീവിതം ഒരു വല്ലാത്ത ഒരു സംഭവമാണ് ഗൈസ്. നമ്മൾ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിലോട്ട് തേടി വരും. നമ്മൾ ഭയാനകമായി അതിനെ ആഗ്രഹിച്ചാൽ എന്നെ കൊണ്ടത് മറ്റേ ഈ സംഭവം ഇത്രയേ ഉള്ളൂ. പണ്ട് തൊട്ട് ഞാൻ ഭയങ്കര വലിയൊരു സോണി ഫാനായിരുന്നു. അത് ടി വിയൊക്കെ നമ്മളെയൊക്കെ കൊച്ചിലെയൊക്കെ വാപ്പയൊക്കെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ കേൾക്കാറ് സാധനമുണ്ട്, സോണിയുടെ സാധനമാണ്, ജപ്പാൻ ടെക്നോളജിയുടെ എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സോണിയുടെ ടി വി നമ്പർ 1, സോണിയുടെ സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ ഹൈഫൈ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ സാധനം നമ്പർ 1, സോണിയുടെ ഹെഡ്സെറ്റുകൾ നമ്പർ 1 ആണ്. ഒരു പണ്ടൊക്കെ സിനിമ എഡിറ്റ് ചെയ്യുന്നവരൊക്കെ ഇപ്പോഴും ആൾക്കാർ മോണിറ്ററിങ്ങിന് യൂസ് ചെയ്യുന്ന സോണിയുടെ ഹെഡ്സെറ്റാണ്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന സാധനത്തിനെ നോർമലൈസ് ആക്കിക്കുക അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് സോണിയാണ്. സോണി വാക്ക്മാൻ, സോണി എറിക്സൻ്റെ ഫോണുകൾ എന്ന് പറയേണ്ട, ഞാൻ പണ്ട് തൊട്ടേ ഞാൻ അഡ്മയർ ചെയ്യുന്ന, ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഫോണും സോണി എറിക്സൻ്റെ WF-1000XM6 എന്ന് പറയുന്ന ഫോണാണ്. അന്ന് തൊട്ടേ സോണി ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ മൈൻഡ് ആൻഡ് മൈ ഹാർട്ട്. സോണിയുടെ എക്സ്പീരിയ ഫോൺസ്, സോണിയുടെ ഹെഡ്സെറ്റുകൾ. ആൻഡ് ടുഡേ ഐ ഗോട്ട് സോണിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് WF-1000XM6. ഈ പേരൊന്നും അവന്മാർ ഒന്ന് ചെറുതാക്കിയാൽ നന്നായിരുന്നു. അത് മാറ്റൂല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്, ഇപ്പോഴും ഇത് തന്നെയാണ്. XM6ൻ്റെ ഹെഡ്സെറ്റ് എനിക്ക് ഒഫീഷ്യലായിട്ട് അവർ തന്നടേ. ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് ചിലപ്പോൾ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ തന്നു തരും. നമ്മളത് 2 കൈയും കൊണ്ട് സ്വീകരിച്ചിട്ട് ബി ഗ്രേറ്റ്ഫുൾ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. I never thought in my life I would get to see this. എനിക്ക് ഇതുവരെ സോണിയുടെ ഒരു സാധനം, ഞാൻ എല്ലാം എൻ്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്തിട്ടാണ് മേടിച്ചിട്ടുള്ളത്. But this item, as you guys know, is one of the most finest item in the whole of the world. അവരെ ഫ്ലാഗ്ഷിപ്പ് ഇയർബഡ്സ് അല്ലെങ്കിൽ TWS, ട്രൂലി വയർലെസ് സ്റ്റീരിയോ. ഇത് പെട്ടി മാത്രം, ഇതാണ് സാധനം. ചെറുതാക്കിയാടേ. അത് കൊള്ളാം. യൂഷ്വലി ഈ പെട്ടി ഭയങ്കര വലുതായിരുന്നു. സോണിയുടെ TWSൻ്റെ പെട്ടി വാസ് നൈസ്, പക്ഷെ നല്ലൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. നമുക്ക് നല്ലൊരു മെറ്റീരിയൽ ഇവിടെ കാണാൻ പറ്റും. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ചാർജിങ്ങും പെയറിങ്ങിൻ്റെയും ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. തുറന്നു കഴിഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്. ആൻഡ് തുറക്കുമ്പോൾ നിങ്ങളുടെ കൺമുന്നിലിരിക്കുന്നു ദ ലേറ്റസ്റ്റ് TWS. ചെറുതാക്കി കേട്ടോ അവർ അത്യാവശ്യം. ഞാൻ ചുമ്മാ പറയണല്ല, IEMൻ്റെയൊക്കെ സൈസ്, 2 എക്സ്ട്രാ മൈക്ക്, നോയ്സ് ക്യാൻസലേഷൻ വേറെ ലെവലിൽ നിന്നാണ് ഞാൻ കേട്ടത്. ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന സിലിക്കൺ, അവരുടെ ഇതിൻ്റെ അകത്ത് ഒരു ചിപ്സെറ്റ് ഉണ്ട്, അത് പുതിയതാണ്. സോ ദേ ഹാവ് ആഡഡ് 8 മൈക്രോഫോൺസ് ഇൻസൈഡ് ദിസ് പെർട്ടിക്കുലർ 2 ഐറ്റം. 8 മൈക്കുകളാണ് യൂസ് ചെയ്തിരുന്നത്, 4 വെച്ച്. പിന്നെ ബോൺ കണ്ടക്ടർ സിസ്റ്റം വരുന്നുണ്ട്. അതായത് നമ്മൾ ചെവിയിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ബോണിൻ്റെ വൈബ്രേഷൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും നമ്മളുടെ. അതായത് നിങ്ങൾ കാണാൻ പറ്റും, ഈ സാധനത്തിലോട്ടൊരു സ്റ്റെമ്മൊന്നുമില്ല, ഒരു മൈക്രോഫോൺ ഇങ്ങനെ ഇവിടം വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് അവർ ചെയ്ത ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ വൈബ്രേഷൻ വെച്ചിട്ട് ബോൺ കണ്ടക്ഷൻ വെച്ച് മൈക്കിൻ്റെ ഒരു ടെക്നോളജി അവർ ഇതിൽ പിടിച്ചിട്ടുണ്ട്. യൂഷ്വലി ബോൺ കണ്ടക്ഷൻ വെക്കുന്നത് നമ്മൾ ബോൺ കണ്ടക്ടർ ആയിട്ടുള്ള ഹെഡ്സെറ്റുകളുണ്ട്. അതായത് വൈബ്രേഷൻ വെച്ചിട്ട് നമുക്ക് പാട്ട് കേൾക്കുന്ന പരിപാടി, ദാറ്റ് ഈസ് ദെയർ. ബട്ട് ദാറ്റ് ടെക്നോളജി ദേ ഹാവ് യൂസ്ഡ് ഇറ്റ് ഫോർ ദ മൈക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സോണിയുടെ TWS ആയതുകൊണ്ട് തന്നെ LDAC ആയിരിക്കും ഇതിൻ്റെ മെയിൻ ഹൈ റെസൊല്യൂഷൻ കോഡെക്. AAC കാണും, SBC കാണും, LE ഓഡിയോ കാണും, അതിനുശേഷം LDAC കാണും. മറ്റേ ആപ്റ്റെക്സ് അഡാപ്റ്റീവ്, ആപ്റ്റെക് HD തുടങ്ങിയ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കാണില്ല. LHDC എന്ന് പറഞ്ഞ സാധനവും ഇതിൻ്റെ അകത്ത് കാണത്തില്ല. പെട്ടിയിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പോട്ടിഫൈ, ടാപ്പ്, ജെമിനി, ഐഫോൺ, മേഡ് ഫോർ ഐഫോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐഫോൺ യൂസേഴ്സിനും ഇത് അത്യാവശ്യം ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നോയ്സ് ക്യാൻസലേഷൻ വേറെ ലെവൽ എന്നാണ് പറയുന്നത്. 360 റിയാലിറ്റി ഓഡിയോ, ഹൈ റെസൊല്യൂഷൻ വയർലെസ്, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. എന്താണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ട് വരാം കേട്ടോ. ശരി എന്നാ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു your favorite
അങ്ങനെ ഡേ ഞാൻ ഈ സാധനം യൂസ് ചെയ്തടേ സോണി WF-1000XM6. ഈ ഒന്നാമത്തെ കാര്യം സോണി പേരൊന്ന് മാറ്റണമെന്നാണ് എനിക്ക് ആകെപ്പാടെ പറയാനുള്ളൊരു കാര്യം. പക്ഷേ ഈ ഐറ്റം ദിസ് ഇസ് ഗോഡ് ടിയർ TWS ഐ ഹാവ് എവർ യൂസ്ഡ്. ഞാൻ ഇതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ടെക്നിക്സിൻ്റെ AZ100 ആണ്. അതിനെടുത്ത് വേളയെ കളഞ്ഞു സോണി. എൻ്റെ പൊന്നു മോനെ, എത്രയോ നാൾക്ക് ശേഷം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, വളരെ ന്യൂട്രൽ സൗണ്ടിങ് ആയിട്ടുള്ള ഒരു TWS ഞാൻ കേട്ടു. യൂഷ്വലി ആൾക്കാർ ഹെഡ്സെറ്റുകളും വയർഡ് ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുന്നത് ഫോർ ദ എന്താ പറയുക ഈസിനെസ്. അത് ഒന്ന് ലോസ്ലെസ് ഓഡിയോ കിട്ടും, രണ്ട് കുറച്ചും കൂടെ ന്യൂട്രൽ സൗണ്ടിങ് ആയിരിക്കും ഈ പറയുന്ന IEMs ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സൗണ്ട് സിഗ്നേച്ചർ വയ്ക്കുന്നത്. TWSൻ്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് V-ഷേപ്പാണ്. അതായത് ഹെവി ബേസും ഹെവി ട്രബിളും, അതായത് മോർ ക്ലാരിറ്റി ആൻഡ് മോർ ബേസ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ബിക്കോസ് ദാറ്റ് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അതായത് മെജോറിറ്റി ഓഫ് ആൾക്കാർ പ്രിഫർ മോർ ബേസ് ആൻഡ് മോർ ട്രബിൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഈ പറയുന്ന ഹെഡ്സെറ്റ് കമ്പനിയും ആ ഒരു സൗണ്ട് സിഗ്നേച്ചറാണ് ഫോളോ ചെയ്യുന്നത്. വേറാസ് ഇൻ ദിസ് ഐറ്റം ഇറ്റ്സ് ന്യൂട്രൽ സൗണ്ടിങ്. അതായത് എത്ര ബേസാണ് ആ പാട്ടിനുള്ളത് അത്രയും കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള എന്താ പറയുക, ഒരു വൈഡറായിട്ടുള്ള സൗണ്ട് സിഗ്നേച്ചറാണ് ഈ പ്രാവശ്യം സോണി നമുക്ക് തന്നിരിക്കുന്നത് വിത്ത് ദിസ് പെർട്ടിക്കുലർ ഡിവൈസ്. വയർലെസ് ചാർജിങ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മൈക്ക് ക്ലാരിറ്റി ഈസ് അബ്സല്യൂട്ട്ലി ഇൻസെയിൻ. ഞാൻ ഫോൺ വിളിക്കുന്നവരൊക്കെ ചോദിക്കുന്നവർ പറയുന്നത് നല്ല ക്ലാരിറ്റിയാണ് ബ്രോ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബോൺ കണ്ടക്ഷൻ ടെക്നോളജി, അതായത് നമ്മളുടെ ഇവിടെ നിന്ന് വരുന്ന വൈബ്രേഷൻ വെച്ചിട്ട് അത് മൈക്കിലോട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട്, അതായത് ഈ പറയുന്ന സ്റ്റെം ഇല്ലാത്തത് കൊണ്ട് ദേ യൂസ്ഡ് ബോൺ കണ്ടക്ടർ ടെക്നോളജി ഫോർ ദ മൈക്ക്. ദാറ്റ് ഈസ് ആക്ച്വലി ഇൻസെയിൻ. അത്രയും. അത് കഴിഞ്ഞിട്ട് ANC പറ്റി പറയാനാണെങ്കിലും ടോപ്പ് നോച്ച്, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇറ്റ്സ് ജസ്റ്റ് ടു ഗുഡ്. അതേപോലെ ട്രാൻസ്പെറൻസിയും, ദിസ് ഈസ് ടു ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. 1299 ദിർഹമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങളിൽ അത്രയും കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മേടിക്കും. ഫോർ ഐഫോൺ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ എന്താണെങ്കിലും യു ക്യാൻ യൂസ് ദിസ് ഐറ്റം. നിങ്ങൾക്ക് സെയിൽ സമയത്ത് ഈ സാധനം വില കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ, കണ്ണും പൂട്ടി എടുത്തോ, ഒരു രക്ഷയില്ല. അടിപൊളി സാധനം. ബാറ്ററി ലൈഫ് അവർ അവകാശപ്പെടുന്നത് 8 മണിക്കൂർ വിത്ത് ANC-യും 12 മണിക്കൂർ വിത്തൗട്ട് ANC എന്നൊക്കെയാണ്. ഡിപ്പെൻഡ് അപ്പോൺ യുവർ യൂസേജ്. എന്തായാലും ANC അവർ 8 മണിക്കൂർ പറയുകയാണെങ്കിൽ നമുക്കൊരു 5 മണിക്കൂർ എന്തായാലും കിട്ടും. ഫ്ലൈറ്റിലൊക്കെ നിങ്ങൾ ലോങ് ടേമിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി പ്രിറ്റി കൂൾ. കിടിലം സാധനം. പിന്നെ ഞാൻ പറയാം, മൈക്ക് ആയിക്കോട്ടെ, ANC ആയിക്കോട്ടെ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് റിച്ചാണ് ഈ ഒരു പെർട്ടിക്കുലർ സാധനം. ആകെ ഉള്ള ഒരു പോരായ്മ ഇതിൻ്റെ അകത്തുണ്ട്. അത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോം ടിപ്പാണ്. മെമ്മറി ഫോം പോലത്തെ ഒരു ടിപ്പാണ് അവർ കൊടുത്തേക്കുന്നത് ഫോർ ലോങ് ലിസണിങ് ടൈം. അതായത് ഈ പറയുന്ന നമ്മളൊരു മണിക്കൂറൊക്കെ തന്നെ ആകുമ്പോൾ ചെവി ഒരുമാതിരി എന്തോ ഒരു സാധനം വെച്ച് മറ്റേ മനപ്പൂർവ്വം ആരോ കൈ വെച്ചിട്ടിങ്ങനെ നമ്മൾ ചെവി ഒത്തി വയ്ക്കില്ല, അതേപോലെ ഫീൽ ചെയ്യും. അത് മാറ്റി അവർക്കൊരു സിലിക്കൺ ടിപ്പോ അല്ലെങ്കിൽ ആ ആപ്പിളിൽ യൂസ് ചെയ്തൊരു സാധനമുണ്ട് ഇപ്പോൾ പുതിയ ആപ്പിൾ എയർപോഡ്സ് 3 ആ സാധനം എടുത്ത് ഇതിൽ വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ റബ്ബർ സിലിക്കൺ പ്രോപ്പർ സിലിക്കൺ ടിപ്സ് മതിയായിരുന്നു. അതും കൂടെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇതിനെല്ലാം വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു പെട്ടിയുടെ ഫീലൊക്കെ ഭയങ്കര ഒരുമാതിരി പേപ്പർ ഫീലാണ്. മാറ്റ് ഫിനിഷും അല്ല, ഒരുമാതിരി പേപ്പറിൻ്റെ ഒരു ഫീലാണ് ഈ പെട്ടി. ഒരു രക്ഷയില്ലടേ, കിടിലം പ്രോഡക്റ്റ്, ഒരു രക്ഷയില്ല. നിങ്ങൾ എൻ്റെ വാക്ക് നോക്കണ്ട, ഇത് മേടിച്ച് യൂസ് ചെയ്യുന്നവർ എന്തായാലും അവരുടെ റിവ്യൂ താഴെ പറയും. നിനക്കൊക്കെ വേണമെങ്കിൽ മറ്റേ വാക്കുവാനും പറയാതെ പോലെ മറ്റവൻ അയച്ചു കൊടുത്തോണ്ട് അവൻ മറ്റേ നല്ലത് പറയണമെന്ന്. അങ്ങനെ പറയണവന്മാർക്ക് എനിക്കൊന്നും പറയാനില്ല. നിന്നെ ഒന്നും പ്രൂവ് ചെയ്യാനും അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കുറേ നാളായിട്ട് ചെയ്യണ പരിപാടിയാണ്. പിന്നെ 5 രൂപ അവന്മാർ തന്നിട്ടില്ല, ഈ ഒരു സാധനം മാത്രമേ തന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞിട്ട് അവന്മാർക്ക് നമ്മളായിട്ട് യാതൊരു ഇതും ഇല്ല. നീ നല്ലത് മാത്രമേ പറയാവുള്ളൂ എന്ന് സോണി ഒന്നും പറഞ്ഞിട്ടില്ല. അവന്മാർ പ്രോഡക്റ്റ് അത്രയും ഉറപ്പായതുകൊണ്ടായിരിക്കും അവന്മാർ അത് ചെയ്തത്. യൂസ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ആ ടിപ്സ് മാത്രമാണ് ഇതിൻ്റെ ഇഷ്യൂ. ഏത് പാട്ടിട്ടാലും ജില്ലടെ. അത് മാത്രമല്ല, ഈക്വലൈസർ ഉണ്ട്. നിങ്ങൾക്ക് ബേസ് കൂട്ടണോ കൂട്ടിക്കോ, നിങ്ങൾക്ക് ട്രബിൾ കുറയ്ക്കണോ, നിങ്ങൾക്ക് ട്രബിൾ കൂട്ടണോ, നിങ്ങൾക്ക് മിഡ് ഫോക്കസ് ചെയ്യണോ, നിങ്ങൾ കൂട്ടിക്കോ. 10 ബാൻഡ് ഈക്വലൈസറാണ് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആപ്പ് ഒരു രക്ഷയില്ല. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൽഡാക്ക് AAC SBC LE ഓഡിയോ ഇത്രേ ഉള്ളൂ. അതൊരു നിങ്ങൾക്കൊരു വിഷയമാണെങ്കിൽ അതൊരു വിഷയമാണ്. ബിക്കോസ് ആപ്റ്റെക്സ് HDO ആപ്റ്റെക്സ് അഡാപ്റ്റീവ് പോലത്തെ സാധനങ്ങൾ ഈ സാധനത്തിൻ്റെ അകത്തില്ല. ബട്ട് യു ആർ ഗെറ്റിംഗ് എ റിയലി ഗുഡ് ഈക്വലൈസർ സിസ്റ്റം ആൻഡ് എവറിത്തിങ്. പിന്നെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫീച്ചർ റിച്ചാണ് ഈ സാധനം. അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ പരിപാടി ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട്
എവിടെയടേ നിങ്ങളതിൽ എൽഡാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ഉണ്ടെങ്കിൽ എൽഡാക്കിലോട്ട് ഇടാം. നോയ്സ് ക്യാൻസലേഷൻ, ആംബിയൻ സൗണ്ട്, ഇത് സൂപ്പർ കേട്ടോ. നോയ്സ് ക്യാൻസലേഷനും ആംബിയൻ സൗണ്ടും ഒരു രക്ഷയില്ല. ലിസണിങ് മോഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതായത് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് സാധനം ഇട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേട്ടുകൊണ്ട് നിങ്ങളുടെ പ്രിയതമയായിട്ട് നിങ്ങൾക്ക് സല്ലപിക്കാം. അതാണ് ആ ഒരു പരിപാടി. പിന്നെ ഇക്വലൈസർ ഇതാണ് കാണുന്നത്. നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ 1 2 3 4 5 6 7 8 9 10 ബാൻഡ് ഈക്വലൈസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ബേസ് കുറവാണെങ്കിൽ കൂട്ടിക്കോളി, ട്രബിൾ കുറവാണെങ്കിൽ കൂട്ടിക്കോളി, കൂടുതലാണെങ്കിൽ കുറച്ചോളി, മിഡ് ഫോക്കസ് ചെയ്യണം കൂട്ടിക്കോളി, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ബാക്കിയുള്ള ഈ പറയണ അല്ലാതെ തന്നെ അവർ മറ്റേ ഹെവി, ക്ലിയർ, ഹാർഡ്, സോഫ്റ്റ്, ഗെയിം, മാനുവൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഓഫ് ചെയ്ത് ന്യൂട്രൽ സൗണ്ടിൽ തന്നെ ഒരു രക്ഷയില്ല, കിടിലമായിട്ടാണ്. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് വിത്തൗട്ട് ഇക്വലൈസർ ഈ സാധനം ന്യൂട്രൽ സൗണ്ടിങ് ആണ്. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. ഭയങ്കര ന്യൂട്രൽ അല്ല, എന്നാലും അത്യാവശ്യം നൈസാണ്. പിന്നെ സൗണ്ട് അഡാപ്റ്റീവ് സൗണ്ട് കൺട്രോൾ, അതായത് ആംബിയൻ സൗണ്ടിനനുസരിച്ചിട്ട് നമുക്ക് ANC പരിപാടിയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ദാറ്റ് ഇസ് അപ് ടു യു. ഒപ്റ്റിമൈസ് സ്വിച്ചിങ് ഫോർ അതായത് ഒരു AI പരിപാടി പോലത്തെ ഒരു സാധനമാണ്. വേണമെങ്കിൽ ചെയ്യാം, ഞാനത് ഓപ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് 2 എണ്ണം ഒരേ സമയത്ത് 2 ഡിവൈസിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിവിടെ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. മെനുവിൽ ഒരുപാട് സാധനമുണ്ട്. ഒരുപാടുണ്ടാ. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പം സേഫ് ലിസണിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ജനറൽ എക്സ്പീരിയൻസ് ഓൺ ഇയേഴ്സ് വെൻ യു കണ്ടിന്യൂ എൻജോയിങ് ലിസണിങ് ടു മ്യൂസിക്. പിന്നെ 1 ടാപ്പിൽ സ്പോട്ടിഫൈയും, നിങ്ങൾ മറ്റേ ഐഫോൺ യൂസ് ചെയ്യണമെങ്കിൽ 1 ടാപ്പിൽ നമുക്ക് ആപ്പിൾ മ്യൂസിക്കും ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ സ്പീക്ക് ടു ചാറ്റ് എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ഷൻ, ക്വാളിറ്റി, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ സാധനത്തിൻ്റെ ഒരു ഐറ്റം. പിന്നെ ലോ ലേറ്റൻസി, അതായത് അത്യാവശ്യം ബ്ലൂടൂത്തിൻ്റെ രീതി നോക്കുമ്പോൾ ലോ ലേറ്റൻസി ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇതൊരു പ്യുവർ ഗെയിമിംഗ് ഹെഡ്സെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒബ്വിയസ്ലി ഗെയിം കളിക്കുന്നവർ IM-ലോട്ട് പോവുക, അല്ലാത്തവർ ഈ സാധനം മേടിക്കുക. അതായത് ലോ ലേറ്റൻസിയൊക്കെ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് വെരി സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞത് ഡിവൈസ് സെറ്റിങ്സ്. ഇതാണ് ഞാൻ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ ആൻഡ് ആംബിയൻ സൗണ്ടിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സൗണ്ട് ക്വാളിറ്റി, വോളിയമിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. DSSC എക്സ്ട്രീം, 360 റിയാലിറ്റി ഓഡിയോ സെറ്റപ്പ്, സ്പേഷ്യൽ സൗണ്ട് ഒപ്റ്റിമൈസേഷൻ, കണക്ടിവിറ്റി. ഒരു സമയത്ത് 2 സാധനം കണക്ട് ചെയ്യാം. കൺട്രോൾസിൽ നമുക്ക് ടച്ചിൻ്റെ ഇതിൽ നമുക്ക് സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പോ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വോളിയം കൂടും. അതെന്തൊരു കോമഡി എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വോളിയം അപ്പും, ഈ സൈഡിൽ അപ്പും, ഈ സൈഡിൽ ഇങ്ങനെ ആയിക്കൊണ്ട് കഴിഞ്ഞാൽ വോളിയം ഡൗണും. എന്തൊരു കോമഡിയാണിതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹാൻഡ് ജസ്റ്റർ, ഹെഡ് ജസ്റ്റർ, അതായത് കോൾ വരികയാണെങ്കിൽ എടുക്കണോ, വേണം, എടുക്കണ്ടേ, വേണ്ട, ഈ സാധനം ഉണ്ട്. അതാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ എന്തൊരു വോയിസ് അസിസ്റ്റൻറ്റ് നമുക്ക് ഏത് വേണമെങ്കിലും വെക്കാം. ജെമിനി, ഗുമിനി, ആപ്പിൾ, സിറി, വെയറിംഗ് ഡിറ്റക്ഷൻ, ചെക്ക് വെയർ കണ്ടീഷൻ ആൻഡ് ഡിറ്റർമൈൻ ഒപ്റ്റിമൽ ഇയർബഡ്സ് ടിപ്പ്. അത് നമ്മുടെ ടിപ്സിൻ്റെ ഇതനുസരിച്ച്, ചെവിയുടെ ഇതനുസരിച്ചിട്ടുള്ള ടിപ്സ് ഏത് വേണമെന്നൊക്കെ. പിന്നെ ബാറ്ററിയുടെ ഓട്ടോ പവർ ഓഫ് ഉണ്ട്, മറ്റൊന്ന് മറിച്ചുകൊണ്ട്. കോളിങ്ങിൽ ക്യാപ്ചർ വോയിസ് ഡ്യൂറിങ് എ ഫോൺ കോൾ ഓൺ, നമുക്കത് നോക്കാം. പിന്നെ സിസ്റ്റം അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു സോഫ്റ്റ്വെയറിലുള്ളത്. ആൻഡ് ലവ് ദിസ് ഐറ്റം. ദിസ് ഈസ് ഡെഫിനറ്റ്ലി സോണിയുടെ ബെസ്റ്റ് സൗണ്ടിങ് TWS. ഓൾസോ അവർ ചെറുതുമാക്കി. പണ്ടൊക്കെ ഇതിൻ്റെ പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആന പെട്ടിയും ഇതും ഭയങ്കര വലുതാണ്. ഇത് അത്യാവശ്യം ഇത് നമ്മുടെ ഡ്രൈവർ കുറച്ചും കൂടെ സെറ്റാക്കി. പക്ഷെ ആ ടിപ്സ് അത് ഞാൻ പറയാം, അത് എന്തിനാണ് അങ്ങനെ ഒരു ഇംപെർഫെക്ഷൻ അവരത് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതർ ദാൻ ദാറ്റ് സോണി കുക്ക് ചെയ്ത് ഗൈസ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. കിടിലൻ സാധനം, ഒന്നും പറയാനില്ല. ഐഫോൺ യൂസർ ആയിക്കോട്ടെ, എന്ത് യൂസർ, ഐഫോണിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചില സമയത്ത് ഈ സാധനം പാട്ട് പോസ് ചെയ്യണുണ്ട്. അതെനിക്ക് മനസ്സിലായില്ല. അത് എന്തിൻ്റെ, അത് കണക്ടിവിറ്റി ഇഷ്യൂ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അവിടെയൊക്കെയാണ് മറ്റേ ആപ്പിൾ എയർപോഡ്സ് 3 Pro. ആ ഒരു ആപ്പിൾ എന്ന് പറയുന്ന നാറികൾ അവന്മാരെ സാധനം വിൽക്കാൻ വേണ്ടി അവന്മാർ എന്ത് തെണ്ടിത്തരവും കാണിക്കുക. അതുപോലത്തെ ഒരു സാധനമാണ്. നിങ്ങൾ ആപ്പിൾ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ എയർപോഡ്സ് 2 Pro അല്ലെങ്കിൽ 3 Pro എടുക്കണം. പക്ഷേ ഇത് യൂസ് ചെയ്യാം കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇത് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേതുപോലെ നീ ചില സമയത്ത് ബ്ലൂടൂത്ത് പോകും, അങ്ങനെയൊക്കെ പ്രശ്നം വരും. മറ്റവിടെ ആ പ്രശ്നം വരില്ല. കണക്ടിവിറ്റി കിങ് ആണ് ആ സാധനം. പിന്നെ എല്ലാ TWSലും ഉള്ളതുപോലെ ഒരു 4-5 വർഷത്തേക്ക് ബാറ്ററിയൊക്കെ സെറ്റായിരിക്കും. അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ ANC-യും തേങ്ങയൊക്കെ ഇടണതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ലൈഫ് കുറയും. പിന്നെ ഇതിന് ഒഫീഷ്യലി ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം, നിങ്ങൾക്ക് വേറെ തേർഡ് പാർട്ടിയൊക്കെ വെച്ചിട്ട് ആ സാധനത്തിൻ്റെ ബാറ്ററി മാറ്റാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഊരിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു ഏകദേശം അവർ വെച്ചേക്കണ ഒരു സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും രീതി കുളമായി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ബാറ്ററി വേറൊരാളടുത്ത് കൊടുത്ത് മാറ്റിയാൽ പോലും നിങ്ങൾക്ക് ആ പഴയ ഒരു എഫക്റ്റ് ഇതിൽ കിട്ടൂല.
ചിലവർ പറയും കിട്ടുമെന്ന്, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒഫീഷ്യലി ബ്രാൻഡ് നിങ്ങൾക്ക് ബാറ്ററി മാറ്റി തരത്തുമില്ല. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ് വെൻ യു ആർ ബൈയിങ് ദീസ് കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് ഓർ എനി കൈൻഡ് ഓഫ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണം. എന്തായാലും ഒറ്റ കാര്യം പറയാം, ദിസ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ടിങ് TWS ഐ ഹാവ് എവർ യൂസ്ഡ് ഇൻ മൈ ലൈഫ്. ബാലൻസ്ഡ് ആയതുകൊണ്ട് പൊളിച്ചിട്ടുണ്ട്. സോണി WF-1000XM6. വേറെ വലിയ പേരും ഇടും സോണി, എൻ്റെ പൊന്നു സോണി. എന്തിനാണെങ്കിലും കിട്ടില്ല സാധനം. നിങ്ങൾ ഇത് മേടിക്കുന്നവർ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ എന്തായാലും രേഖപ്പെടുത്തുക. പക്ഷേ ഇനി മുതൽ ഇതായിരിക്കും എൻ്റെ ചെവിയിലിരിക്കാൻ പോകുന്നത്. ഒന്നും പറയാനില്ല, പൊളി സാധനം അവിടെ. പാട്ടൊക്കെ കേൾക്കണ്ടല്ലോ. റഹ്മാൻ, എസ്പെഷ്യലി റഹ്മാൻ്റെ പാട്ടൊക്കെ എൻജോയ് ചെയ്യണവരുണ്ടല്ലോ. പുള്ളി ചില സാധനങ്ങളിലൊക്കെ ചില മ്യൂസിക്കൊക്കെ അവിടെ എവിടെയെങ്കിലൊക്കെ ഇടും. ഭയങ്കര രസമാണ് അത് കേൾക്കാൻ. അത് റഹ്മാൻ മാജിക് മാൻ. So yeah, love this item.